എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. പത്രോസിനും കൂട്ടർക്കും കർത്താവ് കൊടുക്കുന്ന വലിയ ഒരു പ്രോമിസാണ് ഈ വചനം. നരക കവാടങ്ങൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഏതൊരു വാഗ്ദാനത്തിന് മുമ്പിലും ശേഷവും പ്രലോഭനം കാത്തുകിടക്കുന്നുണ്ട്, വെല്ലുവിളി കാത്തുകിടക്കുന്നുണ്ട്. യേശു കൊടുത്ത വാഗ്ദാനം ഇതാണ്: നരക കവാടങ്ങൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഈ വാഗ്ദാനം കർത്താവ് പത്രോസിനും കൂട്ടർക്കും കൊടുത്ത് സഭയുടെ ആരംഭം കുറിക്കുന്ന ആ നാഴികയിൽ തന്നെ സത്യത്തിൽ വെല്ലുവിളികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഓർക്കണം, ക്രിസ്തുവിനെതിരെയുള്ള യുദ്ധം സഭയ്ക്കെതിരെയുള്ള യുദ്ധമാണ്. സഭയ്ക്കെതിരെയുള്ള യുദ്ധം ക്രിസ്തുവിനെതിരെയുള്ള യുദ്ധമാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. യേശു സഭ സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമല്ല ദൈവശാസ്ത്രം, മറിച്ച് സഭയുടെ പഠനം സഭ യേശുവിൻ്റെ ഒരു തുടർച്ചയാണ്. സഭ യേശുവിൻ്റെ ഒരു തുടർച്ചയാണ്. എങ്കിൽ നരക കവാടങ്ങൾ പ്രബലപ്പെടുന്ന സമയത്ത് ഏറെ സ്നേഹത്തോടെ അനുഗ്രഹീതരായ പിതാക്കന്മാരോടും പരിശുദ്ധരായ മാർപ്പാപ്പയോടും അജഗണങ്ങളായ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നരക കവാടങ്ങൾ പ്രബലപ്പെടാതിരിക്കാൻ ഒത്തുചേർന്ന് സ്വർഗത്തിന് വേണ്ടി നിലവിളിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒന്ന് ചേർന്ന് പറയാം ഹല്ലേലൂയ. സഹോദരങ്ങളെ, സത്യത്തിൽ ഞാൻ ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുത്തത് ഏതാനും വർഷങ്ങൾ യൂറോപ്പിൽ താമസിക്കുന്ന സമയത്ത് മാത്രമാണ്. യൂറോപ്പിൽ വർക്ക് ചെയ്യുകയോ ശുശ്രൂഷ ചെയ്യുകയോ ചെയ്യുന്ന ആരെങ്കിലും വന്ന് നാട്ടിൽ ഇത് പറയുന്ന സമയത്ത് വലിയ ഗൗരവമൊന്നുമായി ആദ്യ നാടുകളിൽ എനിക്കൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം പള്ളികൾ അടയ്ക്കുന്നു എന്ന് ചിലർ പറയും, ജനം ദേവാലയത്തിൽ കുറയുന്നു എന്ന് പറയും. എങ്കിൽ ഇതൊന്നും എൻ്റെ ഹൃദയത്തെ അത്ര കണ്ട് സ്വാധീനിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ 4 വർഷങ്ങൾ അടുപ്പിച്ച് യൂറോപ്പിൽ പഠനപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെലവഴിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥ കാണാൻ ഇടവന്നതും പഠിക്കാൻ ഇടവന്നതും. 3 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ഒന്നാമത്തെ സംഭവം, ബെൽജിയം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഏതാനും നാളുകൾ ഞാൻ താമസിച്ചു. സഹോദരങ്ങളെ, ആ രാജ്യം ഒരു കത്തോലിക്ക രാജ്യമാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി കുടികൊള്ളുന്ന രാജ്യം ബെൽജിയമാണ്. ഏറ്റവും അധികം ആളുകൾ പഠിച്ചിറങ്ങുന്നതും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്, കേരളത്തിലേക്ക് ഉൾപ്പെടെ. സഹോദരങ്ങളെ, ഏതാണ്ട് 11 മില്യൺ ജനങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 1/3 ഭാഗം ജനങ്ങൾ. വിശ്വാസപരമായി ഏറെ ഉയർന്ന ഒരു രാജ്യമായിരുന്നു അത്. സഭയെക്കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, 2-ാം വത്തിക്കാൻ സൂനഹദോസ് രൂപപ്പെടുത്തുന്ന കാലത്ത് അതിന് ഏറ്റവും അധികം സ്വാധീനിച്ചവർ ബെൽജിയത്തുള്ള ദൈവശാസ്ത്രജ്ഞന്മാരായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി.
ഒരു പെസഹ വ്യാഴാഴ്ചയും ഒരു ഹോളി വീക്കിനോട് ചേർന്ന് ഞാൻ അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു. ഹോളി വീക്കിൽ പ്രത്യേകിച്ചും പെസഹ വ്യാഴാഴ്ച 12 പേരെ കാല് കഴുകാൻ കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ ആ സംഭവം നടക്കുന്നത് കുഷ്ഠരോഗികളുടെ മധ്യസ്ഥനായ, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്ത ഫാദർ ഡാമിയൻ്റെ, വിശുദ്ധ ഡാമിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു സർവീസ് നടന്നത്. സർവീസ് നടക്കുന്ന സമയത്ത് ആകെ 8-9 സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 8-9 സ്ത്രീകളിൽ കാലുയർത്തി അച്ഛന് കഴുകാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആരോഗ്യമുള്ളത് 4-5 സ്ത്രീകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് അച്ഛൻ അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ കൈ കഴുകി അന്നത്തെ സർവീസ് അവസാനിപ്പിച്ചു. സഹോദരങ്ങളെ, ആ രാജ്യം 98% കാത്തലിക്സ് ഉണ്ടായിരുന്നൊരു രാജ്യമാണ്. എന്നാൽ ഇന്ന് ആ രാജ്യത്തിൻ്റെ കാത്തലിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8% മാത്രമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നുവോ അത് നമ്മളുടെ ഇടയിലും പുനരാവർത്തിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട്, സഭയിലെ ഒരേ മക്കളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ഇത്തരം സംഭവങ്ങളെ ഏറെ വിവേകത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. വലതുകര ഉയർത്തി പറയാം ഹല്ലേലൂയ. നാളുകൾ കഴിഞ്ഞു. അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഒരിക്കൽ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പങ്കുപറ്റുന്ന സമയത്ത് വസ്ത്രങ്ങൾ അധിക ഭാഗവും ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ഏതാനും യൂണിവേഴ്സിറ്റി പെൺകുട്ടികൾ ഇങ്ങനെ ആടാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം തരണം. അത് തരാതിരിക്കുന്ന സഭയാണ് കാർക്കശ്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ താങ്കൾ പൊതുവായി വിളിച്ചു പറയണം ഇതിനനുവദിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ഇത്തരം പത്രസമ്മേളനങ്ങളിൽ പങ്കുപറ്റരുത്. അദ്ദേഹം ചങ്കൂറ്റമുള്ളൊരു പിതാവായിരുന്നു. ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, സഭയുടെ പഠനമനുസരിച്ച്, കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയും കൂടിയേ വിവാഹം ചേരുകയുള്ളൂ. ഒരു വിധത്തിലും മറ്റൊരു വിവാഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞ് മൈക്ക് താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ 10-50ഓളം പെൺകുട്ടികൾ അവരുടെ കൈകളിൽ കൊണ്ടുവന്നിരുന്ന ചീമുട്ടയ്ക്ക് സമാനമുള്ള ഒരു പ്രത്യേകമായ ഫ്രൂട്ട് അച്ഛൻ്റെ മുഖത്തേക്ക്, ഈ പിതാവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പിതാവ് അവിടെ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എടുത്തു. പിറ്റേ ദിവസം പത്രങ്ങളിൽ ന്യൂസ് വന്നത് ഇതാണ്, ആ പിതാവ് ഇത് അർഹിക്കുന്നുവെന്ന്. സഹോദരങ്ങളെ, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഏതാനും വൈദികർക്ക് ഇങ്ങനെ തോന്നി, സത്യത്തിൽ ആ പിതാവിന് എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെയായിരിക്കും വരും കാലങ്ങളിലെ നമ്മളുടെ സഭയിൽ ഇവിടെയും സംഭവിക്കാനിരിക്കുന്നത്. എങ്കിൽ ആ പിതാവ് വേദനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് ഒരുപക്ഷെ ശാരീരികമായി കരങ്ങൾ കോർക്കാൻ കഴിയില്ലെങ്കിലും ആത്മീയമായി കരങ്ങൾ കോർത്ത് നിലവിളിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കടമയാണല്ലോ എന്നോർത്ത് ഞങ്ങൾ എല്ലാവരും ആ രാത്രി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സംഭവം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി ഉയർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് ഫ്രാൻസിലെ പാരീസിനടുത്തുള്ള ഒരു കോൺവെന്റിലെ ഒരു സിസ്റ്ററുടെ കൈകളിലുണ്ടായ മാരകമായൊരു രോഗം സൗഖ്യപ്പെട്ടതാണ്. ആ സിസ്റ്റർ ഇൻ്റർവ്യൂ നടത്താനായി ഞാൻ 2 മലയാളി സിസ്റ്റേഴ്സിനോടൊപ്പം അവിടെ ചെന്നു. എനിക്ക് ഫ്രഞ്ച് ഭാഷ പരിചയമല്ലാത്തതിനാലാണ് ഫ്രഞ്ച് ഭാഷ പരിചയമുള്ള 2 സിസ്റ്റേഴ്സുമായി അവിടെ ചെല്ലുന്നത്. സിസ്റ്ററിന് ഇൻ്റർവ്യൂ നടത്തി. സിസ്റ്ററോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥം ഇത്ര കണ്ട് സ്വാധീനിച്ചത്? അവർ ആ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു. സൺഡേ ഷാലോം പത്രത്തിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരു മുത്തിയമ്മൂമ്മനെ പോലുള്ള, ഒരു മുത്തിവെല്ലുമ്മനെ പോലുള്ള ഒരു 85 വയസ്സ് പ്രായമുള്ള ഒരു കന്യാസ്ത്രീ, അവർക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു പെട്ടി, ഒരു ട്രോളി ഇങ്ങനെ വലിച്ചുകൊണ്ട് ഫുട്പാത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്നവണ്ണം കൂട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, നമുക്ക് ആ സിസ്റ്ററോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ? കാരണം അതൊരു ക്ലോയിസ്റ്റേഡ് കോൺവെൻ്റ് ആണെന്ന്, ഒരു മിണ്ടാമടമാണെന്ന് അതിനു മുമ്പേ ഈ മലയാളി സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്തു, 85-90 വയസ്സ് പ്രായമുള്ള ഒരു സിസ്റ്റർ, അവർക്ക് ഇത്രയും കാലം ഈ മിണ്ടാമഠത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലത് പറയാനുണ്ട്. വൊക്കേഷനെ കുറിച്ച് സംശയിക്കുന്ന മലയാളികളായിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക്, സിസ്റ്റേഴ്സിനും
ഒരുപാട് സഹായകമാകുമല്ലോ ഇവരുടെ അനുഭവം എന്ന് ഓർത്തുകൊണ്ടാണ് ഇവരുടെ സംഭവങ്ങൾ ഒന്ന് പറയാൻ, ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചത്. സഹോദരങ്ങളെ, ഞങ്ങൾ ഈ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴാണ് സിസ്റ്റർ കാര്യങ്ങൾ പറയുന്നത്. 680 വർഷം പഴക്കമുള്ള ഒരു കോൺവെൻറ്റിലാണ് ഈ സിസ്റ്റർ താമസിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഏതാനും വർഷങ്ങളായി ഒക്കേഷൻ തീരെയില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ സിസ്റ്ററിന് 70 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് കോൺവെൻറ്റോ കോൺഗ്രിഗേഷനോ മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ആ കോൺവെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ വേറൊരു കോൺഗ്രിഗേഷനുമായി ഒരുമിച്ച് ചേർന്ന് അവിടെ താമസിക്കാൻ തുടങ്ങി. ഈ സിസ്റ്റർ ആകട്ടെ 88 വയസ്സ് പ്രായം ഈ സിസ്റ്ററിനുണ്ട്. 18ാമത്തെ വയസ്സിൽ സ്വന്തം മാതാപിതാക്കളെയും ബന്ധുമിത്രങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് കോൺവെന്റിലേക്ക് കയറിയതാണ് ഈ സിസ്റ്റർ. ഈ സിസ്റ്റർ സ്പാനിഷിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്നാൽ തൻ്റെ സാധ്യതകളെല്ലാം യേശുവിന് വേണ്ടിയും യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഈ സിസ്റ്റർ കോൺവെന്റിൽ ചേർന്നിട്ടുള്ളത്. 18 വയസ്സിൽ കോൺവെന്റിൽ ജോയിൻ ചെയ്ത ഈ സിസ്റ്റർ 2 പ്രാവശ്യം മാത്രമേ കോൺവെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അതൊരു ആഭ്യന്തര യുദ്ധമുണ്ടായ ഒരു കാലത്തും, രണ്ടാമത് അവിടെ വലിയൊരു മെയിൻ്റനൻസ് ഉണ്ടാകുന്ന സമയത്തും. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, മറ്റ് സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടെ ഇപ്പോൾ എന്തു തോന്നുന്നു? ആ സിസ്റ്ററിന് പറയാൻ വാക്കുകളില്ല. കാരണം ഏതാണ്ട് 70 വർഷത്തോളം ഒരേ സ്ഥലത്ത് തന്നെ താമസിച്ച് സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും എനിക്കും നിങ്ങൾക്കും വേണ്ടി നിലവിളിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കെട്ടിക്കിടന്ന് പ്രാർത്ഥിച്ച ആ സിസ്റ്ററിന് എന്ത് സംസാരിക്കാനാണ്? കാരണം അവർ ആ താക്കോൽ കൂട്ടം കൈമാറുന്നതോടുകൂടി അത് വലിയൊരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലായി മാറുവാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള ബുൾഡോസർ അവിടെ കാത്തു കിടക്കുന്നുണ്ട്. അന്ന് സന്ധ്യയിൽ മടങ്ങി പാരീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അവിടെയുള്ള ഒരു പൂവിന് പോലും ആ സിസ്റ്ററിൻ്റെ ശബ്ദത്തെ പരിചയമുണ്ടാകും. അവിടെ ഉണ്ടാകുന്ന ഒരു ചുമരിന് പോലും ആ സിസ്റ്ററിൻ്റെ ഗാനവും പ്രാർത്ഥനയും പരിചയമുണ്ടാകും. കാരണം ഒരായുസ്സും മുഴുവൻ ആ സിസ്റ്റർ സഭയ്ക്ക് വേണ്ടി നിലവിളിച്ചതാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് കെട്ടിക്കിടന്ന് നിലവിളിക്കുന്ന ധാരാളം പേർ യേശുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ അസ്തമിച്ചേക്കാം, സഭയുടെ നിലപാടുകൾ മാറിയേക്കാം. ഇന്ന് നടത്തുന്ന സ്ഥാപനങ്ങളാകണമെന്നില്ല നാളെ നടത്തുന്നത്, ഇന്ന് നടത്തുന്ന സ്ഥലത്താകണമെന്നില്ല നാളെ നടത്തുന്നത്. എങ്കിലും എന്നും സഭയുടെ ബലമായി നിൽക്കുന്നത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഈ സിസ്റ്ററിന് അവിടെ ഇറങ്ങേണ്ടതായിട്ട് വന്നു. ആ സംഭവം എന്നെ ഏറെ വേദനിപ്പിച്ചു. സഭയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തു. 3ാമത്തെ സംഭവം, അത് നടക്കുന്നത് ഹോളണ്ടിൽ വെച്ചാണ്. ലോകത്തിൽ ഏറ്റവും അധികം സെക്കുലറൈസ്ഡ് ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഹോളണ്ട്. അവിടെയാണ് ഏതാണ്ട് 70% ആളുകളും ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ദേവാലയങ്ങളും പ്രധാനപ്പെട്ട എല്ലാ കത്തീഡ്രൽസും ഇപ്പോൾ അവിടെ അടച്ചു കഴിഞ്ഞു. ഞാൻ അവിടെ പോയത് 700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്ഥലത്ത്. അവിടെ ഒരു ഗേ മാരേജിന് എതിരെയും അംഗീകരിച്ചുമുള്ള പ്രബന്ധങ്ങൾ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആളുകൾ വന്ന് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗേ മാരേജിന് എതിരായി ഒരു പ്രബന്ധം അവതരിപ്പിക്കാനും ഒരു പ്രഭാഷണം നടത്താനുമാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് എങ്ങനെയാണ്, പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് അവർ നിന്നുകൊണ്ട് ആണും കല്യാണം കഴിക്കാമെന്നും പെണ്ണും കല്യാണം കഴിക്കാമെന്നും അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് എവിടെ വെച്ചാണെന്നറിയാവോ? 700 വർഷത്തോളം പഴക്കമുള്ള വലിയ ഒരു കത്തീഡ്രലിൻ്റെ അൾത്താരയിൽ നിന്നുകൊണ്ടാണ്. അൾത്താരയാണ് അവർ സ്റ്റേജാക്കി മാറ്റിയത്. അവിടെ നിന്ന് വിശുദ്ധമായ സക്രാരിയിരിക്കുന്ന സ്ഥലമാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കീനോട്ട് സ്പീക്കറായി, മെയിൻ സ്പീക്കറായി നിൽക്കുന്ന ആളുകൾ നിൽക്കുന്നത്. ആ രാത്രിയിൽ ആ ഹോട്ടലിൽ മാറി നിന്ന് ഞാൻ ഒരുപാട് സമയം നിലവിളിച്ചു. ഞാൻ എങ്ങനെ ചിന്തിച്ചു, എൻ്റെ പൗരോഹിത്യ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ആരെങ്കിലും ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയാനാണോ ഞാൻ സഭയിൽ ചേർന്നത്? ഞാൻ M.Com കഴിഞ്ഞിട്ട് സഭയിൽ ചേർന്ന ആളാണ്. ഞാൻ ഓർത്തു, കർത്താവേ, അവിടെ എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നു. ഗ്രിഗോറിയൻ ചാൻറ്റുകൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവസാനിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ കുരിശുപള്ളികളിൽ അന്നാ പെസഹകൾ അവസാനിച്ചിരിക്കും. ആ രാത്രിയിൽ മുമ്പ് ഇരുന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, വരും കാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ 1000 ഹൃദയങ്ങൾ ഉണർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയുടെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ.
ഹല്ലേലൂയ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നരകത്തിൻ്റെ ശക്തികൾ വാഗ്ദാനം കഴിഞ്ഞ അന്നു മുതൽ ഈ സമയം വരെയും അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയും വളരെ ശക്തമാണ്. യൂറോപ്പിലെ സഭയുടെ തകർച്ച ഭാരത സഭയുടെ തകർച്ചയ്ക്ക് മുമ്പുള്ള ഒരു നിലവിളിയാണ് നമ്മൾ ഓർക്കണം. ഒന്ന് ചേർന്ന് പറയാം, ഹല്ലേലൂയ. ഇത് അറിഞ്ഞ ഒരു മാർപ്പാപ്പ നമുക്കുണ്ടായിരുന്നു. ആ മാർപ്പാപ്പ ആ വേദന മൂത്ത് തന്നെ ആയിരിക്കണം അദ്ദേഹം റിസൈൻ ചെയ്തതും. മാർപ്പാപ്പയുടെ ജ്യേഷ്ഠ സഹോദരൻ ജോസഫ് ഫ്രാൻസിംഗറെ സൺഡേ ഷാലോമിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ നടത്താനായിട്ട് പോയിട്ടുണ്ട് റേഗൻസ്ബുർഗിൽ, ജർമ്മനിയിലെ റേഗൻസ്ബുർഗിൽ. ആ മാർപ്പാപ്പയാണ് കാര്യങ്ങൾ പലയിടത്തും പോയി ഒന്നും നോക്കാതെ വിളിച്ചു പറഞ്ഞത്. ആ മാർപ്പാപ്പ ഒരിക്കൽ തൻ്റെ സ്വന്തം നാടായ ജർമ്മനിയിലെ ഭരണകൂടത്തെ കാണാനായിട്ട് ചെന്നു, മന്ത്രിമാരെ, പാർലമെന്റിനെ കാണാനായിട്ട് ചെന്നു. മാർപ്പാപ്പ ചെന്നിറങ്ങുമ്പോൾ തന്നെയും ആളുകൾ മുഴുവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വസ്ത്രമുരിഞ്ഞ് പെൺകുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ അനുവദിക്കണം. അങ്ങാണ് മാർപ്പാപ്പ എന്നുള്ളത് കൊണ്ടാണ് അനുവാദം തരാത്തത്. ആൺകുട്ടികൾ പറയാൻ തുടങ്ങി, അങ്ങ് മാർപ്പാപ്പ ആയതുകൊണ്ടാണ് അനുവാദം കിട്ടാത്തത്. അതുകൊണ്ട് ഒന്നുകിൽ ജന്മനാടെന്ന് നീ പറയുന്ന ഈ നാട് വിട്ട് വീണ്ടും ഫ്ലൈറ്റ് തിരിച്ചു വിടുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിധത്തിൽ പ്രതികരിക്കും. പക്ഷേ മാർപ്പാപ്പ ജർമ്മൻ രക്തം സിരകളിലും കോശങ്ങളിലും ഒഴുകുന്ന മനുഷ്യൻ, ആത്മാവിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ, മന്ത്രിമാരെ ഇരിക്കുന്ന വേദിയിലേക്ക് ചെന്നു, പാർലമെന്റിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങിയ ഉടനെ തന്നെ 100ഓളം മന്ത്രിമാർ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്കിലും പരിശുദ്ധനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഗേ മാരേജും ലെസ്ബിയൻ മാരേജും എന്ന് അംഗീകരിക്കാൻ സഭയുടെ അകത്ത് സ്വീകാര്യത വരുന്നുവോ അന്ന് പിന്നെ കത്തോലിക്ക തിരുസഭയില്ല. അദ്ദേഹം പറഞ്ഞു, ജർമ്മനിയിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെട്ട രാജ്യമാണിത്. ഇത് ഈ രാജ്യത്ത് എന്ന് അംഗീകരിക്കുന്നുവോ അത് ഈ രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണമാണെന്ന്. സഹോദരങ്ങളെ, പലരും അത് അംഗീകരിച്ചില്ല. ഒരുപാട് പേര് എതിരായിട്ട് പറഞ്ഞു. എങ്കിലും ആ മനുഷ്യൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. സത്യത്തിൽ വിശ്വാസ വർഷം എന്ന് പറയുന്ന വർഷം പ്രഖ്യാപിച്ചത് ആഗോള സഭയ്ക്ക് പോലും വേണ്ടിയിട്ടായിരുന്നില്ല, ജർമ്മനിക്ക് വേണ്ടിയിട്ടായിരുന്നു. യൂറോപ്പിന് വേണ്ടിയും പിന്നെ ജർമ്മനിക്ക് വേണ്ടിയും. പിന്നീടാണ് അത് ആഗോള സഭയ്ക്കൊക്കെ ആയിട്ട് മാറ്റുന്നത്. സഹോദരങ്ങളെ, വിശ്വാസം ഒരു സ്ഥലത്ത് തകരുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഒരേ സഭയിലെ അംഗങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കരങ്ങൾ കോർത്ത് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കേണ്ടതായിട്ടുണ്ട്. വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ. ഇതിൽ സീറോ മലബാറാണോ, മലങ്കരയാണോ, ലാറ്റിനാണോ, ജാക്കോബായാണോ, ഇതൊന്നും പ്രശ്നമല്ല. കർത്താവിൻ്റെ സഭ തകർക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭ തകർക്കപ്പെടുന്നതേ അർത്ഥമുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് എന്തെങ്കിലും നെഗറ്റീവായി സംഭവിക്കുന്നത് നമ്മൾ കേട്ടാൽ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ വേദനിക്കുന്നത് പോലെ തന്നെ വേദനിക്കാൻ നമുക്ക് കഴിയണം. നരക കവാടങ്ങൾ നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞ ദിവസം തുടങ്ങി പ്രശ്നങ്ങൾ. AD 64 സഭയ്ക്കെതിരെയുള്ള ആദ്യത്തെ ശീതസമരം ആരംഭിക്കുന്നത്. അത് നടത്തുന്നത് നീറോ ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത വന്നു, നല്ല മ്യൂസിക് എൻജോയ് ചെയ്യാൻ നന്നായി റോമാ നഗരത്തിന് തീയിട്ടാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, റോമാ നഗരത്തിന് തീയിടുക. അപ്പോൾ ആ തീയുടെ താളം കേട്ടുകൊണ്ട് എനിക്ക് വീണ വായിക്കാൻ പറ്റും. അതാണ് റോമാ നഗരം കത്തിയപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊരു ചൊല്ല് വളരെ പ്രശസ്തമായത്. സഹോദരങ്ങളെ, ആ നഗരം മുഴുവൻ തീയിട്ട് നഗരത്തിലെ 70% ആളുകൾ മരിക്കുകയും സ്വന്തമായത് മുഴുവൻ അവർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് നീറോ ചക്രവർത്തിയുടെ കിങ്കരന്മാർ, അനുചരന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ചക്രവർത്തി, ആളുകൾ ഇതറിഞ്ഞാൽ, നമ്മളാണ് തീയിട്ടതെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ റോമിലെ ബാക്കി ശേഷിക്കുന്ന നമ്മുടെ ആളുകൾ പോലും നമുക്കെതിരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? നീറോ ചക്രവർത്തി പറഞ്ഞു, ക്രിസ്ത്യാനികളാണിത് ചെയ്തതെന്ന് നമുക്കങ്ങ് പറഞ്ഞു പരത്താം. അധികാരം അവരുടെ കൈകളിലായതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അത് പറഞ്ഞു പരത്താൻ കഴിഞ്ഞു. എല്ലാവരോടും പറഞ്ഞു, സത്യത്തിൽ ഈ ദേശത്തെ തകർത്ത് കളഞ്ഞത് ക്രിസ്ത്യാനികളാണ്. ഇത് പറഞ്ഞതോടുകൂടി ക്രിസ്ത്യാനികൾ റോമാ നഗരത്തിന് തീയിട്ടു എന്ന വാക്കുകൾ തീ പോലെ പടരാൻ തുടങ്ങി. എന്തു ചെയ്യണം? നാട്ടുകാർ അവരെ പിടികൂടാൻ തുടങ്ങി. അവരെ പിടിച്ച് വന്യമൃഗങ്ങൾ കെട്ടുകൊടുക്കാൻ തുടങ്ങി. എന്തിന്? ഇതുപോലുള്ള വലിയ തൂണുകളിൽ അവരെ കെട്ടിയിട്ട് എണ്ണയൊഴിച്ച് തീപ്പന്തങ്ങളാക്കാൻ തുടങ്ങി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ 20 ദിവസം കൊണ്ട് മരിച്ചു വീണു.
ആയിരക്കണക്കിന് ജീവനുകൾ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ആ ചക്രവർത്തിയുടെ കാലത്ത് മരിച്ചു വീണു. നമ്മൾ ഓർക്കണം, അതുകൊണ്ട് തീർന്നില്ല. അവിടെ അവർ തീപന്തങ്ങളായി മാറിയെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ പരിശുദ്ധനും അനുഗ്രഹീതനുമായ പരിശുദ്ധ പാപ്പ കുടികൊള്ളുന്ന റോമാ നഗരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഗരത്തെ കാലഘട്ടത്തിൽ മാറ്റി. ചേർന്ന് പറയാം ഹല്ലേലൂയ. തകർക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഉത്ഥാനം നടന്നു. ഇന്ന് സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും സഭയ്ക്ക് ഒരുപോലെ പ്രതിസന്ധികളാണ്. പണ്ട് കാലത്ത് ഒരു പ്രത്യേകമായ 50 വർഷം മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ സഭയുടെ പുറത്തു നിന്നായിരുന്നു സഭയ്ക്കെതിരെ പ്രതിസന്ധി. എന്നാൽ ഇന്ന് സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉയരുന്ന കാലമാണ്. സഹോദരങ്ങളെ, ഈ സമയത്ത് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ചെയ്യേണ്ടത്, സഭയെ സ്വന്തം അമ്മയായി സ്നേഹിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. സഭ അമ്മയാണെന്ന് ദിവസത്തിൽ ഒരു 100 വട്ടം പിതാക്കന്മാരും ആളുകളും പറയുന്നുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, നമ്മൾ ആരും വകവെക്കുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമല്ലേ സോഷ്യൽ നെറ്റ്വർക്കുകളിലും മുഴുവൻ പിതാക്കന്മാരെക്കുറിച്ചും ശ്രേഷ്ഠന്മാരെക്കുറിച്ചും വളരെ നെഗറ്റീവായ പ്രസ്താവനകൾ കൊണ്ട് മാത്രം നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്? സഭയെ ഒരാളും അമ്മയായി സ്വീകരിച്ചിട്ടൊന്നുമില്ല. ലേവ്യരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ പറയും, അമ്മയുടെ നഗ്നത കണ്ട മകൻ മരിക്കണം. അമ്മയുടെ നഗ്നത കണ്ട മകൻ മരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് കാലമാണ്, അധികം മുറികളില്ല വീട്ടിൽ. ആ സമയത്ത് അപ്പൻ പുറത്തു പോകുമ്പോഴാണ് അമ്മ മോശപ്പെട്ട ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് മകൻ കാണുന്നത്. മകന് മുമ്പിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ പിതാവ് തിരിച്ചു വരുമ്പോൾ, കൂട്ടുകാരുമൊത്ത് തിരിച്ചു വരുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള മോശപ്പെട്ട ഈ കഥകൾ, നടന്ന ഈ കഥകൾ എല്ലാം തുറന്നു പറഞ്ഞ് അമ്മയുടെ അഭിമാനത്തിന് ഭംഗം വരുത്താം. രണ്ടാമത്തെ സാധ്യത, സ്നേഹത്തിൻ്റെയും കരുണയുടെയും അങ്കി കൊണ്ട് നടന്ന സംഭവത്തെ എല്ലാ കാലത്തേക്കുമായി മറിച്ചു പിടിക്കാം. ബൈബിൾ പറയും, സഭയാണ് നിന്റെ അമ്മയെങ്കിൽ അമ്മയുടെ നഗ്നതയെ മറച്ചു പിടിക്കാനുള്ള ബാധ്യതയുള്ളവരാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും. കരമുയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ നഗ്നത മറച്ചു പിടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സഭയിൽ കുറവുകളുണ്ട്, വൈദികരിലും സിസ്റ്റേഴ്സിലും ഒരുപാട് കുറവുകളുണ്ട്, ദൈവത്തെ സ്വീകരിക്കുന്ന ബ്രദേഴ്സിൽ ഒരുപാട് കുറവുകളുണ്ട്. ഇവരുടെ കുറവുകളെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അങ്കി കൊണ്ട് മറച്ചു പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയും യഥാർത്ഥത്തിൽ സഭയെ അമ്മയായി സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയും. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് നമ്മൾ അറിയേണ്ടത്, നമ്മൾ എങ്ങനെ ആയി എന്നറിയണം. നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ വിശ്വാസം കൈമാറി തന്നതുകൊണ്ട് മാത്രമല്ല നമ്മളായി മാറിയത്. മറിച്ച് നമുക്ക് പോലും പരിചിതമല്ലാത്ത നാടുകളിൽ, നമുക്ക് പോലും അറിയാത്ത ഒരുപാട് ജനങ്ങൾ, പ്രത്യേകിച്ചും കർത്താവിൻ്റെ മണവാട്ടികളും കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളുമായി തിരഞ്ഞെടുക്കപ്പെട്ട ധാരാളം പേര് ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിൽ ദിവസങ്ങളോളം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചില സിസ്റ്റേഴ്സിൻ്റെ മിണ്ടാമടങ്ങളിലെ ഏക ജോലി മാർപ്പാപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ചിലരുടെ ഏക ജോലി നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതറിഞ്ഞ പിശാച് ആദ്യം ഫൈറ്റ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ തന്നെയാണ്. നിങ്ങൾക്കറിയാവോ, അമേരിക്ക ഇറാഖിൽ പോയി ബോംബിടുന്ന നേരത്ത് നേരെ പോയി ബോംബിടുകയല്ല ചെയ്തത്. മറിച്ച് ബുദ്ധിയുള്ള അവർ ചെന്ന് ഇറാഖിലുള്ള ശക്തി കേന്ദ്രങ്ങൾ തകർത്ത് കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ശക്തി കേന്ദ്രങ്ങൾ തകർത്ത് കളഞ്ഞു. കത്തോലിക്ക തിരുസഭയെ തുടച്ചു മാറ്റാൻ ഈ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രവും ഇത് തന്നെയാണ്. ശക്തി കേന്ദ്രങ്ങളെ, പവർ സ്റ്റേഷൻസിനെ തകർത്ത് കളയും. സ്കൂളിനെ തകർത്ത് കളയില്ല, കോളേജിനെ തകർത്ത് കളയില്ല, ധ്യാന കേന്ദ്രങ്ങളെ തകർത്ത് കളയില്ല, മറിച്ച് പ്രാർത്ഥനാ സെന്റേഴ്സിൻ്റെ മുഴുവൻ തകർത്ത് കളയും. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സഭകളുടെ എല്ലാ ക്ലോയിസ്റ്റേർഡ് കോൺവെന്റുകളും, പ്രത്യേകിച്ചും 10ഉം 50ഉം പേര് ഒരുമിച്ചിരുന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ലോകത്തിനും നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്കും വേണ്ടി നിലവിളിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട യൂറോപ്പിലെ മിണ്ടാമടങ്ങളെല്ലാം തന്നെ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസികളായ നമ്മൾ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിലവിളിക്കണം.